ഒന്നുകിൽ ഞാൻ ചോദിച്ച 5000 രൂപ എനിക്ക് ഇപ്പൊ വേണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. 5000 റുപ്യ പോയിട്ട് 100 റുപ്യ പോലും ഈ വീട്ടിലില്ല. ആ അതില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആധാരം എടുത്തത്. മര്യാദക്ക് ആധാരം വെച്ചോ, അതാ എനിക്ക് നല്ലത്. തളെ ചാവിട്ടി കൂട്ടു, ഞാൻ പറഞ്ഞേക്കാം. ആ മാറിയിരുന്നോളി. ബാപ്പേണൊന്നും ഞാൻ നോക്കൂല. സക്കറിയ അതങ്ങോട്ട് കൊടുക്കടാ. ആധാരം കൂടി തരാനാണ് എന്റെ പിന്നാലെ വരണ്ട, മാറി നിൽക്കണ നല്ലത്. ഞാൻ വല്ലതും ചെയ്തു പോകും. സ്വഭാവം ശരിക്കും അറിയാലോ. മാറി നിൽക്കാൻ. ഇന്നെ കൊല്ലാതെ എനിക്കത് കൊണ്ടുപോകാൻ കഴിയൂല. മാറാനാ പറഞ്ഞത്. വേണ്ടി വന്ന അതിനും ഈ സക്കറിയ മടിക്കൂല. സക്കറിയ, ആ എന്താ കാര്യം? തനിക്കൊരു കല്യാണാലോചനയും വന്നതാ. താലികെട്ട് അല്ല നിക്കാഹ്. അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഗംഭീരമാക്കി തരാം ഞാൻ. എനിക്കിപ്പോ പെണ്ണ് കെട്ടാൻ താല്പര്യമില്ല. മര്യാദയ്ക്ക് ജീപ്പിലോട്ട് കയറിയ നിക്കാഹിന്റെ ചടങ്ങ് പരമാവധി ലളിതമാക്കി തരാം ഞാൻ. ബലം പ്രയോഗിച്ച് കൊണ്ടുപോണ്ടി വന്നാ ലോക്കപ്പിൽ പിന്നെ വെടിക്കെട്ടായിരിക്കും. വെടിക്കെട്ട്. എന്താ സാറേ പ്രശ്നം? ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. വകുപ്പ് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഏതൊക്കെ വകുപ്പ് വെച്ച് ചാർജ് ചെയ്യണമെന്ന് സ്റ്റേഷനിൽ എത്തിയിട്ട് തീരുമാനിക്കും. ജാമ്യത്തിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരു സീനിയർ വക്കീലിനെ ചെന്ന് കാണ്. അയാൾക്ക് സാമർഥ്യവും നിങ്ങൾക്ക് ഭാഗ്യവും ഉണ്ടെങ്കിൽ ജാമ്യം പ്രതീക്ഷിക്കാം. സാറേ, ഈ വയസ്സിന് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യണം. ഇവനെ കോടതിയിലൊന്നും ഹാജരാക്കണ്ട. ലോക്കപ്പിലിട്ട് ഉരുട്ടി കൊന്നളി. ചോദിക്കാനൊന്നും ആരും വരൂല. എന്നിട്ട് ആ മയ്യത്ത് കൂടി തന്നാ മതി. ഞാൻ കബറടിക്കോളാം. കൊള്ളാം. എന്റെ കഞ്ഞൂടി മുട്ടിച്ചോളാന്ന് കാരണവർക്ക് വല്ല നേർച്ചയുണ്ടോ? സങ്കടം കൊണ്ട് പറഞ്ഞതാ സാറേ. ഈ വിലേസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായി. പിടിച്ച് കേട്ടടാ വണ്ടിയില്. സാറേ, ഇവിടുത്തെ ഒരു ആധാരം ഓന്റെ കയ്യിലുണ്ട്. ഒന്ന് വാങ്ങിച്ചു തരണം. വലിയ ഉപകാരം. പുറത്താരാ അമ്മ വന്നത്? പോലീസ്. പോലീസോ? ആ, അവര് സക്കറിയാനെ പിടിച്ചോണ്ട് പോയി. ആവൂ, കുറച്ച് ദിവസം സമാധാനമായിട്ട് കിടക്കാലോ.
ഇക്ക അതെടുക്കല്ലേ പ്ലീസ്. ഇക്ക അതെടുക്കല്ലക്ക. ഇക്ക പ്ലീസ്. ഇക്ക അതെടുക്കരുത് പ്ലീസ്. മരുന്ന് വാങ്ങാനുള്ള കാശ നാട്ടുകാര് സഹായിക്കണത്. നിനക്കിനി എന്തിനാണ് ഞാൻ മരുന്ന്? ഉടലൊക്കെ മരിച്ചു കഴിഞ്ഞില്ലേ? തലക്ക് മാത്രമല്ല ജീവനുള്ളൂ. എന്നാ ആ ജീവനും കൂടി ഇക്ക അങ്ങ് എടുക്ക്. ജീവിതത്തിൽ അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഇക്ക എന്നോട് ചെയ്യണം. ആ സമയമാകുമ്പോ അങ്ങനെ ഒരു ഉപകാരം ഞാൻ തന്നെ ചെയ്തോളാം. അതിന് ഇനി ഒരു പ്രത്യേക സമയമുണ്ടോ? ഉണ്ട്. സ്വത്ത് ഓഹരി വെക്കുമ്പോ അന്ന് നീ ഇവിടെ ഉണ്ടായാൽ എന്റെ വിഹിതം കുറയും. അതുവരെ നീ ജീവിക്ക്. എന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി. എന്തിനാ മോനെ കരയണത്? ഒന്നുമില്ലമ്മ. ഇക്കാനെ കോടതി തൂക്കിക്കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോയി. എനിക്ക് വേണ്ടിയിട്ടല്ല, ഉമ്മാക്കും ഉപ്പാക്കും സ്വൈരം കിട്ടാൻ. ഉപ്പാക്കും ഉമ്മാക്കും മരിക്കണവരെ മക്കളെ കൊണ്ട് സ്വൈര്യം കിട്ടൂല. ഈ സ്വൈര്യക്കേടെ ഞങ്ങൾ പടത്തോനോട് എരന്ന് വാങ്ങിയതാ. അങ്ങനെയൊന്നും പറയരുതുമ്മ. മോൻ കഞ്ഞി കുടിക്കേ. നിങ്ങളറിഞ്ഞോ? പോലീസുകാര് വന്ന് ഇന്നും ആ സക്കറിയാനെ പിടിച്ചോണ്ട് പോയി. അതിനെന്താ അത്ര പുതുമ? ഓനിക്ക് പോലീസ് സ്റ്റേഷൻ തറവാടല്ലേ? ഐറ്റിങ്ങളെ കാര്യം മഹാ കഷ്ടാ. ആ ജാബിറിന്റെ കാര്യത്തിലാ വല്ലാത്ത സങ്കടം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കാന്നല്ലാതെ വേറൊരു മാർഗവും ഇല്ല. ആ കുട്ടിക്ക് പറ്റേണ്ടതല്ലായിരുന്നു അത്. അതിന്റെ യുക്തി നമ്മളെക്കാൾ അറിയുന്ന ഒരുത്തനുണ്ട്. ഓൻ തരുന്നത് വാങ്ങി വെക്കുക. ഏറിപ്പോയിന്നൊന്നും കുറഞ്ഞു പോയിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നല്ലൊരു ചായ ഉണ്ടാക്കിയ വല്ലാത്ത യാത്രാക്ഷീണം. ഇന്ന് നേരത്തെ കിടക്കണം. മൂസക്ക, എങ്ങോട്ടാ ഡീസൻ്റല്ല ഒരു യാത്ര? പുതിയൊരു ജോലി കിട്ടി. ഇന്ന് ജോയിൻ ചെയ്യണം. ആണോ? ഞാനറിഞ്ഞില്ല. മിഞ്ഞാന്ന് അപ്പോയിൻമെന്റ് കിട്ടിയത്. പിന്നെ ഓരോ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് ഇക്കാനെ വന്ന് കാണാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ജോയിൻ ചെയ്ത് വന്നിട്ട് പറഞ്ഞാൽ മതിയാനും. ഇങ്ങനെ ഇടങ്ങാറാവേണ്ടിയിരുന്നില്ല. ഒരിടങ്ങാറുമില്ല. പിന്നെ ജോയിൻ ചെയ്തിട്ട് പറയാന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഇനി മടങ്ങി വരിക. അപ്പൊ ദൂരെയാണോ ജോലി? കൊച്ചിയില ഷിപ്പ് യാർഡില്. എഞ്ചിനീയർ ആയതുകൊണ്ട് ശമ്പളമൊക്കെ കൂടുതൽ കാണുക. എന്റെ ഉപ്പാക്ക് പൊങ്ങച്ചം പറഞ്ഞ് നടക്കാനുള്ള ശമ്പളമൊക്കെ ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് വിശദമായിട്ട് പറയാം. എന്നാ പോട്ടക്ക. എങ്ങനെയാ പോണത്? ഷൊർണൂർ വരെ ബസ്, അവിടുന്ന് അങ്ങോട്ട് ട്രെയിനിന്. അതാ നല്ലത്. ഇക്ക എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിരിക്കും അത്. അങ്ങനെയൊന്നും പറയരുത് ജാബിറേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ചില യോഗ്യതകളൊക്കെ വേണ്ടേ? എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അതുണ്ടോ? പിന്നൊരു കാര്യം എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. എൻ്റെ വിവരമില്ലായ്മയായി കൂട്ടിയാൽ മതി. ഷെരീഫാക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണാലോചന വരും. മാസത്തിലെ വലിയ ശമ്പളം മാത്രമായി പോയി എൻ്റെ യോഗ്യത. പോട്ടേക്ക.
പിന്നൊരു കാര്യം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയാം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. എൻ്റെ വിവരമില്ലായ്മയായി കൂട്ടിയാൽ മതി. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. ഈ എന്തെങ്കിലും ഒന്ന് പറ. എനിക്കതങ്ങോട്ട് മനസ്സ് പിടിച്ചിട്ടില്ല. ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ കാരണം എന്താ പറയാ? അയൽവാസി ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ജാബിർ ആള് തരക്കേടില്ല. പക്ഷെ ഓന്റെ വീട്ടുകാരെ സ്ഥിതി എന്താ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? വീട്ടുകാരുടെ സ്വഭാവം തീരെ അംഗീകരിക്കാത്തവനാണ് ജാബിർ. അലവീന്റെയും കുഞ്ഞുവിന്റെയും മോനാണെന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയൂല. എന്ത് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. വേണ്ടാത്തതൊന്നുമില്ല, എന്നാലോ വേണ്ടതൊക്കെ ഉണ്ടാനും. ആ, ഇനി എനക്കിഷ്ടായില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. 3 മക്കളെ കെട്ടിച്ചയച്ചില്ലേ നമ്മൾ. എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? അതുപോലെ ഷെരീഫാന്റെ കല്യാണം നടക്കും. അല്ല, എന്ത് ഇരുത്തായി ഇരിക്കണത്? പോണ്ടേ? ആ, ഇരിക്കി. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ 1-2 കാര്യമുണ്ട്. നിങ്ങൾ അകത്ത് പോയി ഒരു ഷർട്ട് ഇട്ട് വരീന്ന്. മൈമൂനയ്ക്ക് ഈ ബന്ധം അത്ര അങ്ങോട്ട് റാഹത്തായിട്ടില്ല. മൈമൂനാത്ത, അലവ്യാക്കന്റെ മറ്റു മക്കളെ പോലെ ജാബിറിനെ കാണരുത്. നിങ്ങളെ മറ്റു 3 മരുമക്കളെ പോലെ തന്നെ നല്ലവനായിരിക്കും ജാബിറും. ഓന്റെ പഴയ ഹിസ്റ്ററി തൽക്കാലം നമ്മൾ പരിശോധിക്കണ്ട. കാരണം അന്നൊക്കെ അലവ്യാക്കും കുഞ്ഞിവിത്തിയും പഠിപ്പിച്ചതല്ലേ ഇവനും പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പോരാത്തതിന് ഓന്റെ 2 ഏട്ടന്മാരായിരുന്നല്ലോ ഓന്റെ മാതൃക. ഈ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ അറിയുന്നത് നിങ്ങൾക്കല്ലേ. ജാബിർ ഡൽഹി പഠിക്കുന്ന കാലത്ത് നല്ലൊരു കൂട്ടുകെട്ടിലാണ് അവൻ ചെന്ന് പെട്ടത്. 5 കൊല്ലം കൊണ്ട് 2 കാര്യങ്ങളാണ് അവൻ പഠിച്ചത്. 1 എഞ്ചിനീയറിങ്, 2 എങ്ങനെ നല്ലൊരു മനുഷ്യനാവാന്ന്. കല്യാണം കഴിക്കണ പെണ്ണ് നന്നാവണം എന്നുള്ളത് അവൻ്റെ 2ാമത്തെ അറിവിൻ്റെ ഒരു ഭാഗം. അതിന് 100% തൃപ്തിപ്പെട്ടിട്ടാ നിങ്ങളെ മോള് ഷെരീഫാനെ കെട്ടിച്ചു തരുമെന്ന് അവൻ അന്വേഷിച്ചത്. അല്ലാതെ ഓല് തമ്മിൽ പ്രേമിച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്വത്ത് കണ്ടിട്ടാവണം. അത് നിങ്ങൾക്കുണ്ടോ? പിന്നെ എന്തിനെ പറ്റി നിങ്ങൾ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പോയി ഷർട്ട് ആലോചിക്കാനാ? ശരിക്കും ഈ അന്വേഷണം അലവിയാക്ക ഇവിടെ വന്ന് നടത്തണം. പക്ഷേ പണം കൊണ്ടും പൊങ്ങച്ചും കൊണ്ടും നമ്മൾ തായാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് ജാബിറിന്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അലവിയാക്കന്റെ സമ്മതവും വാങ്ങിയിട്ടുണ്ടാവും. അനക്ക് ഇപ്പം കുറച്ചൊക്കെ താല്പര്യം തോന്നില്ലേ? അതാണ് അബ്ദുറഹിമാൻ. ഓനൊരു വിഷയം ഏറ്റെടുത്താൽ അത് എവിടെങ്കിലും കൊണ്ടെത്തി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് നല്ലപോലെ സൂചിച്ചിട്ടുണ്ട്. പോരി പോരി. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് പ്രാന്ത് പിടിച്ച് നടക്കുക. അപ്പളാ ഓന്റെ ഒരു ഒലക്കമര കല്യാണപ്പൂതി. മൂത്തൊരുത്തനുള്ളത് സ്വന്തം കാര്യം നോക്കിപ്പോയി. പിന്നൊരുത്തനുള്ളത് കള്ളും കഞ്ചാവും ആയിട്ട് ഒരു തലക്കൊന്ന് നശിപ്പിച്ചു തുടങ്ങി. പിന്നെ ആകെ ഒരുത്തനുള്ളത് നാളോ മറ്റന്നാളോ എഞ്ചിനീയറായി ഉദ്യോഗത്തിൽ കയറാൻ പോണ ആളാ. ഈ ജോലി കയറാൻ ദിവസം കാത്തിരിക്കാൻ ഞാൻ. എന്നിട്ട് വേണം എനിക്കൊരു പെണ്ണാലോചന നടത്താൻ. 250 പവനും 5 ലക്ഷം ഉറുപ്പിയും ഇന്നോവ കാറും തരാൻ 1ാം നമ്പർ തറവാട്ടുകാർ ക്യൂ നിൽക്കണുണ്ട് നാട്ടില്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഗതിയില്ലാത്ത മൂസക്കൊന്റെ മോളെ അന്നെ കൊണ്ട് കെട്ടിക്കാന് ഇന്നെ കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ ചങ്ങല കിട്ടിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എന്ത് ബാക്കിയാണോ ഒരിടത്ത് ഉള്ളത്? 15 സെന്റ് സ്ഥലവും ആർക്കും വേണ്ടാത്തൊരു വീടും. മൂസക്കോന്റെ 3 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചപ്പോ പിയാപ്പിളാർക്ക് എന്താ കൊടുത്തതെന്ന് അറിയോ നിനക്ക്? ആ പിയാപ്പിളമാരിപ്പൊ ബെല്ല് അടിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പെണ്ണും കെട്ടി കയ്യും വീശി ഈ പൊരയിലേക്ക് കേറി വരണമെങ്കിലേ ഇന്ന പള്ളിപ്പറമ്പിലേക്ക് എടുത്തിട്ട് മതി. സ്വത്തും മുതലൊക്കെ നശിച്ചു പോകൂലേ അമ്മ? നശിച്ചു പോയാല് ഞമ്മക്ക് റോട്ടിലിറങ്ങി തണ്ട. എന്നാലും മൈമൂനാന്റെ മോളെ കെട്ടാനുള്ള ആലോചന ഉമ്മാന്റെ കുട്ടിക്ക് മാണ്ട. ബാപ്പ പറഞ്ഞതൊക്കെ ഈ കേട്ടല്ലോ. അയിന്റെ ബാക്കി ഇന്നെ കൊണ്ടും കൂടി ഈ പറയിപ്പിക്കണ്ട. എനക്കെന്താ ഓളോട് പ്രേമുണ്ടോ? അങ്ങനാണെങ്കിലേ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഓളെ കല്യാണം കഴിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവര്. പക്ഷെ അതിന്റെ മുമ്പ് ഓക്കുള്ള ഒരു കവർ അവിടെ വെട്ടിടാന് പള്ളി കമ്മിറ്റിക്കാരോട് പറയാൻ മറക്കണ്ട.
അതിന്റെ പേരിൽ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വന്ന അതിനും തയ്യാറാണ് ഈ അരുവിക്കുട്ടി. ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. വിദ്യാഭ്യാസം തേങ്ങാ പുണ്ണാക്ക. എന്റെ ഉമ്മാക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാ ഞാൻ ഓളെ കെട്ടിയത്. എന്നിട്ട് ഓളും പറ്റിയില്ലേ 2-3 ഓളെ ബാപ്പേ ശ്രീധനായിട്ടും അല്ലാണ്ടും തന്ന സ്വത്ത് വെച്ച് കളിച്ചിട്ടാ ഞാൻ ഇത്രയും മുതലുണ്ടാക്കിയത്. ആ പാരമ്പര്യം തുടർന്നാ മതി. ഇനി ഇമ്മാര് ഭർത്താനായിട്ട് ബാപ്പാന്റെ മുന്നിലേക്ക് വന്നാല് എനിക്ക് നല്ലോണം അറിയാലോ എന്നെ. കുഞ്ഞുവേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മോന്. ഓക്കുള്ള ഒരു കവർ അവിടെ വെട്ടിടാന് പള്ളി കമ്മിറ്റിക്കാരോട് പറയാൻ മറക്കണ്ട. അതിന്റെ പേരിൽ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വന്ന അതിനും തയ്യാറാണ് ഈ അരുവിക്കുട്ടി. എന്താപ്പത് ഇരുന്നുറങ്ങാ? ആ ഇരുന്നുറങ്ങാനൊരു സുഖ. നിങ്ങക്കെന്താ ഇന്നൊരു ചിന്തി ആലോചനയൊക്കെ? നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കണ കാണലില്ല, അതുകൊണ്ട് ചോദിച്ചതാ. വെറുതെ കുത്തിരിക്കുമ്പോ അങ്ങനെ ചിന്തിക്കാൻ നല്ല രസാ. ഒഴിവ് കിട്ടുമ്പോ ഈ ഒന്നങ്ങോട്ട് ചിന്തിച്ചു നോക്ക്. ഞാനതിന് വെറുതെ ഇരിക്കാറില്ലല്ലോ. ഒരു ദിവസം ലീവ് എടുത്ത് വെറുതെ ഇരുന്നു സാമ്പിൾ നോക്ക്. ലീവ് എടുക്കാൻ എനിക്ക് അതിനെന്താ പണി? ലീവ് എടുക്കാൻ എന്തിനാണ് പണി? ഇയാണ്ട് എടുക്ക്, എന്നിട്ടാണ് ചിന്തിച്ചോളൂ. എന്നാലേ ബാക്കി ഞാൻ പിന്നെ പറയാം. ആ മൂസക്കോയ, ഈ അറിഞ്ഞോ ഞമ്മളെ ജാബിറിന് ഗവൺമെന്റ് ജോലി കിട്ടി, എഞ്ചിനീയറായിട്ട്. ഞാൻ അറിഞ്ഞു, ഓൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഈ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഈ വഴിക്ക് വരേണ്ടിണ്ടായിരുന്നില്ല. അയൽവാസി എന്നുള്ളവർക്ക് എന്നെ അറിയിച്ചിട്ടില്ലെങ്കിൽ അത് മഹാമോശമെന്ന് കരുതിയിട്ടാ ഞാൻ തന്നെ വന്ന് പറഞ്ഞതേ. ആ പിന്നെ മൈമുനാനോട് എന്റെ പെണ്ണുങ്ങൾ എന്നെ നേരിട്ട് എന്ന് പറഞ്ഞോളൂ. പിന്നെ എന്റെ മക്കളെ കെട്ടിച്ചെടുത്തൊക്കെ ഈ ഒന്ന് വിളിച്ച് പറയണേ. ഞമ്മക്കൊരു കുളം വന്നപ്പോ മൂടി വെച്ചെന്ന് അവർക്ക് തോന്നരുതല്ലോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അയൽവാസികളല്ലേ. അല്ല, ഓന്റെ ശമ്പളം എത്രയാന്ന് ഓൻ എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാനാണെങ്കിൽ ചോദിക്കാനും വിട്ടുപോയി. ആ അത് നന്നായി. പുറത്ത് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ ശമ്പളമുള്ളൂ. തുടക്കത്തിലായതുകൊണ്ടേ 25,000 നയ എന്തോ ആണ്. പിന്നെ ഓരോ കൊല്ലം കഴിയും തോറും കൂടി വരും. അല്ലെങ്കിൽ ഇത്ര ചെറിയ ശമ്പളത്തിന് ഇവിടെ നിന്ന് കാലം കഴിച്ചിട്ട് കാര്യമില്ല. ആ 1-2 കൊല്ലം കഴിയട്ടെ, ഗൾഫിലേക്ക് വിടണം. അവിടെ ആവുമ്പോ ചുരുങ്ങിയതേ 1 ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളം കിട്ടും. വേറെ കുറെ ആനുകൂല്യങ്ങളൊക്കെ അതും ഉണ്ടാവും. ആ കുഞ്ഞാ അവിടെ നിൽക്ക്, ഒന്ന് പറയട്ടെ. ആ ഈ അറിഞ്ഞടോ, ഇന്റെ മോന് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. ഇന്ന് വൈകുന്നേരത്തോട് കൂടി അൽവിയാക്ക ഈ പഞ്ചായത്ത് മുഴുവൻ കറങ്ങും. ഇമാതിരി ഒരു പൊങ്ങച്ചക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലക്കാ, മൂപ്പർക്ക് എന്താ ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം? കൃത്യമായിട്ട് അറിയൂല, വേണമെങ്കിൽ ചോദിച്ചിട്ട് നാളെ പറഞ്ഞുതരാം. നിങ്ങക്ക് എന്റെ വർത്താനം പറ്റിയിട്ടില്ല. വർത്താനം പരമാവധി കുറയ്ക്കല്ലേ കുഞ്ഞാമതേ നല്ലത്. അനക്ക് എന്തായാലും ഇത്ര ഒരു പണി ഇപ്പഴാ അലക്കണേ? അല്ല, നിങ്ങൾ പുതിയ വിവരം എന്തെങ്കിലും അറിഞ്ഞോ? പുതിയ വിവരോ? ആ, ബസ് മറിഞ്ഞ വിവരോ? ബസ് മറിഞ്ഞോ? എവിടെ? ഇജ്ജ് എന്തൊക്കെയാ പറയണത്? അങ്ങാടിയിൽ നിൽക്കുന്ന മനുഷ്യനായിട്ട് നിങ്ങളൊരു വിവരം അറിഞ്ഞില്ലാന്നോ? ഇജ്ജ് കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? അലവിയാക്കേന്റെ ജാബീറിന് എറണാകുളത്ത് ജോലി കിട്ടിയ വിവരം നിങ്ങൾ അറിയോ? അത് ഞാൻ അറിയും. ഓനിന്ന് രാവിലെ കടയിൽ വന്ന് എന്നോട് യാത്ര വെച്ചല്ലേ പോയത്. എന്നാലേ ഓൻ കയറിയ ബസ് മറിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം ഇവിടെ കിട്ടി. ഇന്നല്ല, ഇങ്ങനൊരു സംഗതി ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. എന്നിട്ട് ജാബറിന് എന്തേ പറ്റിയോ? 5-6 ആൾക്കാർ മരിച്ചുവെന്നും കുറെ ആൾക്കാർക്ക് പരിക്കുണ്ടെന്നും മാത്രാ ഇവിടെ കിട്ടിയ വിവരം. ഇത് പിടിച്ചാ ഞാനിപ്പോ വരാം, ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. നിങ്ങളിപ്പോ അങ്ങോട്ട് പോണ്ട, ഓരവിടെ ഇല്ല, വീട് പൂട്ടി പോയെടുക്കുക. ആസ്പത്രിയിലേക്കായിരിക്കും. എന്താ ചെയ്യാ? ആ, ഞാനൊന്ന് ആസ്പത്രി പോയിട്ട് വരാം. ദാ ചായ. ആ, നിങ്ങളെന്താ വല്ലാത്തൊരു ചിന്തയിലാണല്ലോ? ഏയ് ഒന്നുമില്ല, അയൽവകത്തുകാരെ പറ്റി ഓർത്തുപോയതാ. ജാവേറിന്റെ കിടത്തുണ്ടല്ലോ, വല്ലാത്തൊരു പരീക്ഷണം. ആലോചിച്ചുകൂടാ. ഇപ്പുള്ള ചികിത്സയൊക്കെ മാറ്റിയിട്ട്
വല്ല യുനാനിയോ പാരമ്പര്യ വൈദ്യമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോരൂ. നട്ടലിനുള്ളിൽ നാടി പൊട്ടിയ പിന്നെ ഒരു ചികിത്സയില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? പടച്ചോൻ വിചാരിച്ചാൽ ഏത് പൊട്ടിയതും യോജിക്കും. ചികിത്സ അതിനൊരു കാരണമായിട്ട് വരുന്നു മാത്രം. അത് ശരിയാ. അങ്ങനെ ചില അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായില്ല, സംഭവിച്ചിട്ടുമുണ്ട്. ഞാൻ ഏതായാലും അലവിക്കുട്ടിനോടൊന്ന് സൂചിപ്പിക്കട്ടെ. ഏതായാലും ഒരു കാര്യം അങ്ങോട്ട് ആലോചിക്കുമ്പോൾ ഞെട്ടല് മാറുന്നില്ല. എന്തപ്പത്? അല്ല, ആ ജാബിറിനെ കൊണ്ട് നമ്മളെ മോളെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിലേ. അന്ന് കല്യാണം മുടക്കിയത് അലവിക്കുട്ടിയാണെങ്കിലും അതുകൊണ്ട് ഹൈറായത് നമ്മളെ നോക്കാം. അതിന് നമുക്ക് പടച്ചോനെ സ്തുതിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഒരണുമണി തൂക്കം കിവറ് മനസ്സിൽ കടന്നുകൂടാതെ നോക്കണമെന്ന് മാത്രമല്ല, പടച്ചോൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നുകൂടി താണു കൊടുക്കണം. കാരണം ജാബറിൻ്റെ അവസ്ഥ ആർക്കും സംഭവിക്കാം, നമ്മളെ മക്കൾക്ക് പോലും. നിങ്ങളെന്താ മീൻ ഉമ്മൊടുക്ക? അല്ല, കടയിൽ നിന്ന് പോന്നിട്ട് എത്ര റോസായി ചോദിച്ചു നോക്കിയതാ. ഇതൊരു 1 കിലോ മത്തി എടുത്താ, വലിയ നോക്കി എടുത്തോ. അവസാനങ്ങൾ 1 കിലോ മത്തിയമ്മലെ വെക്കുള്ളൂ നമുക്ക് അറിയാം. വേണ്ട, ഞാൻ ദിവസം 1.5 കിലോ അയക്കോര വാങ്ങിയുണ്ടോ? എനിക്ക് തൃപ്തിയാവോ? ഞമ്മള് തോറ്റ് മമ്മതുറ്റാക്ക. നിങ്ങളായാലോകാരം വന്നല്ലോ, 1 കിലോ മത്തി എടുക്കല്ലേ? ഇന്ന് മത്തി വേണ്ട, കഷ്ണമേ മതി. ഇപ്പൊ അങ്ങനായോ? ഇതെല്ലാം മുമ്പ് പറഞ്ഞ മത്തിയിലാണ് വിറ്റാമിൻ ഉള്ളതെന്ന്. വീട്ടിലെ ഇളയ മകളും മരുമകനും വന്നിക്കുന്നു. അതെന്താ മരുവനും വിറ്റാമിൻ പറ്റൂലേ? വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു നോക്കി. ഇതാ നിങ്ങളെ മത്തി. നിങ്ങളെ കഷ്ണമീൻ. പോകല്ലേ? വരെ അയിലുണ്ട്, മത്തുണ്ട്, ബത്തലുണ്ട്, തിണ്ടുണ്ട്, സൂതുണ്ട്, ചെമ്മിയുണ്ട്, ആഗോലുണ്ട്, ഐക്കോറുണ്ട്, പുതിയാപ്പളക്കോറുണ്ട്. വരെ മരുവൻ എപ്പോഴാ വന്നത്? കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഓൻ എനിക്ക് നല്ലോണം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവില്ല, ഈ ഇവിടെ ഉള്ളപ്പോ ഓൻ വരാറുമില്ല. അതെന്താ ഓനക്ക് എന്നെ പേടിയാ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഉച്ചക്ക് വീട്ടിക്ക് വാ, മരുവനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു. 1/2 കിലോ മത്തിയല്ലേ അമ്മതൂട്ടി, അതുമല്ല അപ്പുറം തിന്ന എന്റെ വീട്ടിൽ ആളുണ്ടല്ലോ, പിന്നെ എന്തിനായി കണക്ക് പറയണത്? മത്തി 5 കിലോ വാങ്ങി കൊടുത്താലും കാടാമുട്ടന്റെ മാതിരി തിന്നു തീർക്കാൻ വീട്ടിൽ ആളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? അതും ശരിയാ. എന്നിട്ട് ഉച്ചയ്ക്ക് വരാൻ മറക്കണ്ട. ഉച്ചഭക്ഷണത്തിന് വരാൻ മറക്കേ, അതിന് ആള് വേറെ മാറി വരേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ചെയ്യ്, നീ നടന്നോ, എനിക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട്. മമ്മതുട്ടിയാക്ക, ഞാനിപ്പോ ഒരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നം? പെണ്ണുങ്ങളൊന്ന് ആശുപത്രി കൊണ്ടുപോകണം. മറ്റന്നാളെ അവളെ പ്രസവത്തിന്റെ ഡേറ്റ്. അല്ല, ഓളെ ആശുപത്രി കൊണ്ടുപോകേണ്ടത് ഇപ്പോ അതോ ഞാനോ? കൊണ്ടോണ്ടൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല. നിങ്ങളൊരു 500 റുപ്യ കടം തരണം. എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നലെ വെള്ളം ഉണ്ടായത് ആണോ? 9 മാസം മുമ്പ് എനിക്ക് അറിയില്ല എന്റെ പെണ്ണുങ്ങൾ 10-ാം മാസം പെറുന്ന്. ഇതുവരെ എന്തെടുക്കാനി ജി? ഓ പൈസ ചോദിച്ചാൽ വന്നിടിപ്പോ. ഈ ആദ്യക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആൾക്കാരെ ചവിട്ടണം. മമ്മൂട്ടേക്ക, എന്തൊക്കെ നിങ്ങള് വർത്താനം? മലയാളം തന്നെ. ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓനൊരു ചോദ്യ എന്തൊക്കെ നിങ്ങളെ വർത്താനം. ആ ചോദ്യം കേട്ടാ തോന്നുന്നു ഈ നാട്ടിൽ കയറി വരുന്നത് തന്നെ എന്റെ വർത്താനം അറിയാനാണെന്ന്. അല്ലാതെ ഒരു കാലിച്ചായ പോലും എന്റെ കൈ കൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നാണ് എന്റെ വർത്താനം അറിയാൻ. ഏതയാള്? മാറിയമ്മ, ആനവർച്ചി മാറിയമ്മ, 'എന്തേ? അന്റെ സൗണ്ട് കേൾക്കാൻ വിളിച്ചതല്ലേ ഞാൻ. എന്നോട് കൊണ്ടുവരും. 'എന്തേ? 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 'എന്ത
എന്തേ മീനാണെങ്കിൽ അവത്തിക്ക് വെച്ചാ പോരെ മിറ്റത്ത് നിന്ന് ആർക്കണോ? കുറച്ച് പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി. അത് നീ കൊണ്ടുവരാൻ എന്റെ വലിയപ്പ ചാലവർത്ത കുട്ടിരായും പോവോ? ഞാൻ തന്നെ പോണ്ടേ? അല്ല ഉച്ചക്കുള്ള ചോറിനായിരിട്ടോ? ചോറ് വന്നിട്ട് നേരം കുറയായി. എന്താണ് അതിപ്പോൾ നഷ്ടമല്ലോ. എനിക്കൊന്ന് ഉച്ചക്ക് ഇവിടെ ചോറ് വെക്കണ്ട. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മൂസക്കോയ. ആ അത് നന്നായി. ഇന്നെങ്കിലും പെരയുള്ളവർക്ക് പള്ളറച്ച് ചോറ് തിന്നാലോ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പള്ള ഫുള്ളാക്കണ്ട. എനിക്കുള്ള ചോറ് ഒരു പാത്രത്തിൽ എടുത്തിട്ട് മൂടി വെച്ചാളാ. അന്തിക്ക് തിന്നാലോ. വൈകുന്നേരം അത്രയും അരി കുറച്ചിട്ടാ മതി. ആ പിന്നെ മീൻ ബാക്കിയാക്കണമെന്നില്ല. മൂസക്കോയ കണ്ടമീൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടമീൻ തിന്നുമ്പോൾ നിങ്ങൾ തിന്നണ മത്തിൻ്റെ കണക്ക് പറഞ്ഞ് വെറുതെ എൻ്റെ നലിയും വലിയും കളയണില്ല. ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നിലയും വലിയ. എൻ്റെ മാപ്പിളായി നിൽക്കാൻ അത്ര നലിയും വലിയൊക്കെ മാറ്റി. ആയിക്കോട്ടെ ഞാൻ തോറ്റ്. ഇപ്പൊ ജയിച്ചാലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ പോവാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്ന അങ്ങേക്ക് പോണേനൊന്നും തരക്കേടില്ല. അവിടെ ചെന്ന് കണക്ക് പറയാൻ നിൽക്കരുത്. ഓല് പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഓൽക്ക് തോന്നിയ പോലെ വെക്ക് തിന്നേ ചെയ്തോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് തിന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോന്നാ മതി. ഇപ്പൊ എന്റെ വലിയ നടന്ന് ക്ലാസ് എടുക്കുക. എന്നാ മീന് കഞ്ഞിന്റെ വെള്ളം ഉണ്ട് അവിടെ. കഞ്ഞിന്റെ വെള്ളം ഇല്ലാതിരിക്കാൻ അവിടെ തേങ്ങാച്ചോറല്ലേ വെച്ചക്കണത്. പിന്നെ എന്റെ ആങ്ങളെ വന്നിക്കണ്. അകത്ത് വന്ന് ഓനോടൊന്ന് ലോഗ്യം പറഞ്ഞാളി. അന്റെ ആങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് പണിയില്ലേ? അമ്മതൊട്ടിയെ എടുത്തിട്ട് കഴിച്ചോ. ഞാൻ തക്കരിച്ചാ നിൽക്കണ്ട. ഇന്നെ തക്കരിച്ചണ്ട. അന്റെ മരുവൻ എന്താ വേണ്ടി വെച്ചാ കൊടുക്ക്. ഓ ഞമ്മളെ കുട്ടിയനല്ലേ. മതി 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 മതി. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും എടുത്തിട്ട് തീറ്റിച്ചണ്ടില്ല. ഓർക്ക് എന്താ വേണ്ടി വെച്ചാൽ ഓര് തിന്നോളൂ. മതി മതി, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. ആ മരുവൻ ഇട്ട് കൊടുക്ക്. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. കഴിച്ചോളിട്ടോ ആള്. ഇപ്പൊ തിന്നണ ഈ മീനിന് അതിപ്പോ ഹോട്ടലിലാണെങ്കിൽ 15 ഉറുപ്പ്യ വില. അല്ല ഈ വീഡിയോ വലിക്കലുണ്ടോ? ഇല്ല. ഞാൻ പണ്ട് വലിയ വലിക്കാരനേനി. പൈസ ആണല്ലോ ഈ കത്തിച്ച് തീർക്കണമെന്ന് തോന്നിയപ്പോ ഓരോ ദിവസം ഒരൊറ്റ നിർത്തല. പിന്നെ ആ സാധനം ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. നല്ലോണം കോരിട്ടോ. ഇപ്പൊ ആ കോരിട്ടത് ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു 20 ഉറുപ്പ്യ. അത് നമ്മളെ നാട്ടിൻപുറത്തെ ഹോട്ടലില്. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 30 ഉറുപ്പ്യ കണക്കാ. ഹോട്ടലൊക്കെ അതൊന്നും പറയല്ലേ അമ്മതൊട്ടി. ഇത് നമ്മളെ വീട്ടിലല്ലേ. അത് ശരിയാ. അല്ലെങ്കിൽ ഈ തിന്നണേന്റെ കണക്ക് ഇങ്ങനെ പറയണേ എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ല വെറ്റില മുറുക്കലുണ്ടോ? ഇല്ല, അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഞാൻ ഈ വലി നിർത്തിയപ്പോ അതിന്റെ ഇടങ്ങാറൊന്ന് കുറയാൻ വേണ്ടി മുറുക്കാൻ തുടങ്ങി. 1-2 കൊല്ലം കഴിഞ്ഞ് പൈസ ആണല്ലേ ഈ ചമച്ച് തുപ്പണെന്ന് ആലോചിച്ചപ്പോ മുറുക്കൽ അങ്ങോട്ട് നിർത്തി. അതോടുകൂടി തൊള്ളക്ക് പണിയില്ലാതായി. പിന്നെ വർത്താനം തന്നെ വർത്താനം. അവസാനം അടക്ക ചമക്കാൻ തുടങ്ങി. അതോടുകൂടി വർത്താനം നിന്ന് ഇപ്പൊ അടക്ക അങ്ങനെ ചമക്കും. ഇപ്പൊ തിന്നണ ബിരിയാണി അത് ഹോട്ടലിലാണെങ്കിൽ എത്ര ഉറുപ്പ്യ എടുക്കേണ്ടി വരും? 30 ഉറുപ്പ്യ എടുക്കേണ്ടി വരും. അതും ബീഫിന്. അമ്മതൊട്ടിയെ ചിക്കൻ ആണെങ്കിൽ 50 ഉറുപ്പ്യയിൽ കൂടുകയെന്നല്ലാതെ കുറയൂല. ഈ ഇടക്ക് എന്റെ വീട്ടിലൊക്കെ ഒന്ന് വാ. ഇവിടുത്തെ മറ്റു 3 മരുക്കളും ഇവിടെ വരുമ്പോ എന്റെ വീട്ടിലും വരും. എന്റെ മകനായിട്ട് ഓലൊക്കെ വലിയ കമ്പനിയാ. ഒരു ദിവസം ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. അല്ല എന്റെ മറ്റേ മക്കളും മരുക്കളൊക്കെ വന്നിട്ട് ഇപ്പൊ കൊറേ ആയോ? ഒരു മകളും മരുവനും ഗൾഫിലല്ലേ. മറ്റൊരു 2 ആഴ്ചക്ക് ഒരിക്കലൊക്കെ വരും. ഒക്കെ സ്വന്തം പേർക്കാരായില്ലേ. എന്നാലും ഈ ഭാഗ്യല്ലോനാ. എപ്പം വിളിച്ചാലും വണ്ടി വരാൻ വിലക്കെ ഉണ്ടല്ലോ. എനിക്ക് ചന്തിമേല ഒരു കുരുണ്ടായിട്ട് തോനെ ഇരിക്കാൻ പറ്റിയ 5-8 ദിവസമായി. അന്റെ ചന്തിമ കുരുവൊന്നും ഇല്ലല്ലോ. എന്നാലേ ഞാൻ നിർത്തി. നിങ്ങൾ കഴിക്കി. കുറച്ചും കൂടിയിട്ട് കഴിക്കും. മതി. ഓനിക്കൊരു കണക്കുണ്ട്. അതിലൊരു പിടി കൂടുതലോ കഴിക്കൂല.
അൽഹംദുലില്ലാ. വർത്താനത്തിൽ ലൈസൻസ് ഇല്ലാന്നേ ഉള്ളൂ, മനസ്സ് കളങ്കമില്ലാത്തവനാ. ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ ഓനെ വിളിച്ചിക്കില്ലേ എനിക്കൊരു വിഷമാ. ഓൻ്റെ വർത്താനം കൊണ്ട് അനക്ക് വിഷമായോ? ഒരിക്കലുമില്ല. അയാൾ ഇനിയും വിളിക്കണം നമുക്ക്. എന്നാ ഇഞ്ചി കഴിക്ക്, ആ. ഞാൻ അങ്ങോട്ട് എണീക്കാം. ആ ആ ആ